ആ പുഞ്ചിരിച്ചുള്ളിലുണ്ടായ വികാരങ്ങളെല്ലാം തുറന്നവൻ ചൊല്ലിയാടി. സൗന്ദര്യറാണിയാം സൈരന്ധ്രി തന്മുന്നിൽ കീചകൻ യാചകനായി മാറി. എന്നെ പുണരുവാൻ താമസിക്കൊല്ല നീ ലോക സൗന്ദര്യം തികഞ്ഞവളെ. മാരന്റെ സായക മഞ്ചും തറച്ചു ഞാൻ അഞ്ചുന്ന കാര്യമറിയണം നീ. എന്നുടെ രാജവും ഭോഗവസ്തുക്കളും എല്ലാം നിനക്കു ഞാൻ കാഴ്ചവെക്കാം. ചുംബനമൊന്നിങ്ങു തന്നേ മതിയാകൂ, ബാക്കി കാര്യങ്ങളിരുട്ടിലാകാം. ഇങ്ങനെ ലജ്ജാവിഹീനം പുലമ്പിയ കീചകവാചകം കേട്ടു തന്നെ അല്പം ഭയന്നു വിനയ പുരസ്സരമിത്തരമൊത്തര വാക്കുരച്ചു. എന്നോടിതൊന്നും പറയാതെ പോകണേ, കല്യാണമായൊരു മങ്കയാം ഞാൻ. 5 ഗന്ധർവരെ നിക്കൊണ്ടു കാന്തരായി നിങ്ങൾ മടങ്ങുക വേഗമിപ്പോൾ. വിശ്വാസവഞ്ചന ചെയ്യുമ്പോഴല്ല ഞാൻ ഗന്ധർവരോ മഹാവീരരത്രേ. ആയവരിക്കാര്യമൊന്നറിഞ്ഞിടുകിൽ നിന്നുടെ ജീവിതം നഷ്ടമാകും എന്നു സൈരന്ധ്രി പറഞ്ഞു. വേഗം നടന്നപ്പോഴേ റാണിയെ ചെന്നു കണ്ടു. റാണി തൻ സോദരൻ കീചകൻ തന്നെ ആശകളെല്ലാം അവൾ പറഞ്ഞു. കാര്യമറിഞ്ഞ സുദക്ഷ്ണ പിറ്റേ ദിനം കീചകനോടുപദേശമായി. സോദര കീചക, സൈരന്ധ്രിയോടുള്ള ചർച്ചയെ നീ കൊതിക്കേണ്ടതില്ലും. 40 ഭക്തി തികഞ്ഞവളാണവൾ, കേവലമായൊരു ദാസിയെല്ലാം. കിട്ടാത്ത കാര്യത്തിൽ ആശ വയ്ക്കുന്നത് കഷ്ടമാണെന്ന് മനസ്സിലാക്കൂ. തൽക്കാലം ഒന്നും പറയാതെ കീചകൻ യാത്രയായെങ്കിലും ഭിന്നമല്ലേ. സൈരന്ധ്രിയെ കണ്ടു സഹിക്കാതെ പരം വിഭജനായി തീർന്നുവല്ലോ. എന്തൊരു ഭയമീ വേളെ ലഭിക്കുവാൻ എന്നോ നിനച്ച പൊരിഞ്ഞതുള്ളം. സോദരി തന്നോടു തന്നെ പറഞ്ഞിടാം കാര്യങ്ങളൊക്കെയുമെന്നുറച്ച്. പിന്നെ സുദക്ഷ്ണയെ കണ്ടു രഹസ്യമായി കാര്യങ്ങളെല്ലാം അറിഞ്ഞു നോക്കി. കാര്യമറിഞ്ഞ സുദക്ഷ്ണ പിറ്റേ ദിനം കീചകനോടുപദേശമായി. അന്നു സൈരന്ധ്രിയെ കണ്ട നേരം അവൾ പ്രത്യേകമൊന്നോ പറഞ്ഞു. നീ പോയി ഇത്തരം ഭക്ഷണ പാനീയമൊക്കെയും കീചകൻ തന്നെ കയ്യിൽ നൽക്. പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും റാണി കൽപ്പിച്ച കാര്യം നടത്തിടാനായി ഭക്ഷണപാത്രവും കയ്യിലെടുത്തുകൊണ്ട് അക്ഷിക്യമൃതമാം സൈരന്ധ്രിയും ഒറ്റയ്ക്കു കീചക കൊട്ടാരവാതിക്കിലെത്തിയ നേരത്ത് കീചകനും മുന്തിരി കണ്ട കുറുക്കനെ പോലെയായി എന്തോ പറയേണ്ടു കാമതാപം. വേഗമെടുത്തു ചെന്നെത്തി പിടിക്കുവാനായവൻ വന്നതോ കണ്ട നേരം ഭക്ഷണപാത്രവും താഴെയിട്ടോടിനാൽ ഭക്ഷണപാത്രവും താഴെയിട്ടോടിനാൽ സൈരന്ധ്രി ഏറ്റം വിവശയായി. ഉഗ്രനങ്കീചകൻ പിന്നാലെ മണ്ടിനാൻ, എങ്കിലും അങ്കിയിലകപ്പെടാതെ ശുദ്ധയാം സൈരന്ധ്രി പാഞ്ഞേറിനാൻ ശ്രീവലൻ തഞ്ചരികിൽ. രക്ഷയില്ലെന്ന് കണ്ടപ്പോഴാ കീചകൻ അണ്ടിപോയുള്ളൊരണ്ണാൻ കണക്കേ ഒന്നും അറിയാത്ത മട്ടിൽ ലഭ്യനായി തന്നെ വീട്ടിൽ മടങ്ങിയെത്തി. ആട്ടെ അടുത്ത നാളാവാമിനി എന്ന് തെല്ലു സമാധാനമോടിരുന്നു.
സൈരന്ധ്രിയെ കണ്ടു കണ്ടു സഹിക്കാതെ പാരം വിവശനായി തീർന്നുവല്ലോ. ആ സൈരന്ധ്രി തന്നെ നല്ല മുടിയും ആ താമരയ്ക്കൊത്ത തിരുമുഖവും ചന്ദ്രിക മന്ദസ്മിതവും കുടം പോലെ തുള്ളിക്കളിക്കും കുജയുഗവും അക്കിളിക്കൊഞ്ചലും താമര അക്കിളിക്കൊഞ്ചലും നാസിക ഭംഗിയും ഈ കിളി ചേർക്കും കടാക്ഷങ്ങളും ആടിക്കുഴഞ്ഞ നടയും മനസ്സിലോർത്താടിക്കുഴഞ്ഞു തോകി ജഗനം പട്ടിട്ട മെത്തയിൽ പോലും ഉറങ്ങിടാതൊട്ടൊട്ടു നേരം കഴിച്ചുകൂട്ടി. ആ കീചക ശല്യങ്ങളെല്ലാം വിവരമായ ശ്രീവലലൻ തഞ്ചവിക്കരികിൽ ഒന്നൊഴിയാതെ പറഞ്ഞു സൈരന്ധ്രിയും ഒക്കെയും ശ്രദ്ധയിൽ കേട്ടു ഭീമൻ. അജ്ഞാതവാസം കഴിയട്ടെ പിന്നെ ഞാൻ കൊന്നു കുഴിച്ചിടാമായവനെ എന്നത് കേട്ടു സഹിച്ചിരിപ്പാനിനി എന്നാൽ അസാധ്യമെന്നായവളും. അങ്ങനെയെങ്കിൽ നീ ഞാൻ പറയും പോലെ കീചകനോടു പറക വേണം. നാളെ കറുത്തവാണു നീ പാതിരാ നേരത്ത് കൂത്തമ്പലത്തിലെത്ത്. ആരും അറിയാതെ കാര്യങ്ങളൊക്കെയും ഭംഗിയായി തന്നെ കഴിഞ്ഞു പോരാം. എന്നോ പറഞ്ഞനുകൂലം നടിച്ചു നീ പൂരിക പിന്നെ ഞാൻ ഭാഗമാക്കാം. ഇങ്ങനെ കാന്തന്റെ വാക്കുകൾ കേൾക്കയാൽ അങ്ങനെ തന്നെ ഉറച്ചവളും മന്ദസ്മിതത്തോടു കീചകനെ കണ്ട് മന്ദാക്ഷമോടു പറഞ്ഞതൽപ്പോൾ താങ്കൾക്കിതിൽ മോഹമിത്രയുണ്ടെന്നു ഞാൻ ഒട്ടുമോർത്തില്ല, പൊറുക്കണമേ. കാര്യങ്ങളൊക്കെയും സാധിച്ചു കൊള്ളുവാൻ നാളെയാവാമിടു പാതിരാവിൽ. ആരുമറിയാതെ കൂത്തമ്പലം തന്നിൽ എത്തണേ ഞാനും അവിടെയുണ്ടാം. ഇത്രയും കീചകനോടു പറഞ്ഞവൾ എത്രയും വേഗം തിരിച്ചു പോന്നു. നാളെ രാവാകുവാൻ എത്ര നേരം വേണമെന്നോ നനച്ച് നിമിഷമെണ്ണി വല്ലായ്മയോടു വാസിച്ചിതു മേടയിൽ നല്ലാർ കുലമൗലി തന്നെയോർത്ത്. നാളെയൻ ജന്മം സഫലമാം എന്നുള്ള ചിന്തയാലുള്ളം കുളിർത്തുപാരം സന്തോഷപൂർണമായി ഓരോന്നു ചിന്തിച്ചു മെല്ലെ കുളി കഴിഞ്ഞൂറ്റമോടെ. സൈരന്ധ്രിയെ തന്നെ ചിന്തിച്ചെഴുന്നേറ്റു മെല്ലെ കുളി കഴിഞ്ഞൂറ്റമോടെ. കണ്ണാടി തന്നെ മുന്നിൽ ഞെളിഞ്ഞു നിന്നങ്ക വൈകല്യങ്ങളൊക്കെ നീക്കി തങ്കക്കിരീടമാണിഞ്ഞു പട്ടാമ്പരം ചുറ്റിയിട്ടലങ്കാരപൂർണനായി താമ്പൂല ചർവണം ചെയ്തു വിശിഷ്ടമംഗന്ധ വസ്തുക്കളെടുത്തു പൂശി. പാരന്തിവ സ്വപ്ന സഞ്ചാരിയായിട്ട് നൽപ്പകലൊക്കെ കഴിച്ചുകൂട്ടി. കഷ്ടം പകലൊക്കെ എണ്ണിക്കഴിച്ചിട്ട് മൃഷ്ടാന്ന ഭോജനവും കഴിച്ച് ആ സൂര്യാസ്തമയ സമയം പ്രതീക്ഷിച്ചു നേരെ പടിഞ്ഞാട്ടു ദൃഷ്ടിയായി. രാത്രി സഞ്ചാരത്തിനേറ്റമുതകുന്ന വസ്ത്രാഭരണങ്ങളും അണിഞ്ഞ് ഏതാണ്ട് പാതിരാ നേരമടുത്തപ്പോൾ ശ്വാസവും പോലും അടക്കുകമൻ. ആരുമറിയാതെ കൂത്തമ്പലം തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടടുത്തു ചെന്നു.
കാമക്കുരങ്ങിന്റെ ചാട്ടത്തിനൊത്തവൻ കൂത്തമ്പലത്തിൽ കടന്നുകൂടി. എങ്ങോ ഇരുട്ടിന്റെ ശക്തി ഭയങ്കരം, മിന്നാമിനുങ്ങുകൾ പോലുമില്ല. എങ്കിലും കാമന്റെ യാജ്ഞയെ ലംഘിക്കാൻ പറ്റാതെ പെണ്ണിനെ തപ്പി നോക്കി. അങ്ങനെ തെല്ലു കഴിഞ്ഞ നേരത്തൊരു മനുഷ്യ ശബ്ദമടുത്തു കേട്ടു. സൈരന്ധ്രി തന്നെ അതേനില്ല സംശയം, ഭാഗ്യവാൻ ആരുണ്ടെനിക്കു തുല്യം എന്നു വിചാരിച്ചു ശബ്ദം പുറപ്പെട്ട ദിക്കിലിരുന്നോ കുറച്ചു നേരം. അപ്പോൾ കിടക്കും ഒരാളുടെ ദേഹത്തെ കീചകൻ തന്നെ കാലുമുട്ടി. സൈരന്ധ്രി വന്നുവോ, ഞാനാണു കീചകൻ, വൈകിയതിന്നോ പൊറുക്കണം നീ. കീചകൻ വന്നു. കീചകൻ ഈ വിധം മെല്ലെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു കിടന്ന നേരം ആ കീചകൻ ഭീമനുമായി ഈ വിധമാലിംഗനത്തിലമർന്ന നേരം വായുസുധനായ ഭീമൻ മഹാബലൻ കീചകനെയും പിടിച്ചു പുൽകി. പൗരുഷശാലിയാം ഭീമന്റെ രോമങ്ങൾ കീചകൻ മെയ്യിൽ ഉരഞ്ഞിടുമ്പോൾ എന്തിരി പെണ്ണിനെ കുറ്റിരോമങ്ങളോ, സൃഷ്ടിഭേദം മഹാകേമമത്രേ. ഏതാകിലും രസം തന്നെയെന്നോർത്തവൻ വീണ്ടും മുറുകെ പുണർന്നിടുമ്പോൾ ഭീമൻ മഹാമല്ല യുദ്ധവിദഗ്ധതയോടെ ഫലമായി ഞെരിച്ചതപ്പോൾ എന്തടി സൈരന്ധ്രി ശക്തിയായി ഞെക്കുന്ന മെല്ലെ മെല്ലെ എന്നവനുരക്കെ ഞെക്കി ഞെരുക്കിയ കീചകൻ തന്നെ ദേഹം ചതച്ചു തകർത്തു ഭീമൻ. അയ്യോ മതി മതി എന്നെ വിടൂ എന്ന് എന്നെയും കീചകൻ പേ പറഞ്ഞു. അയ്യോ മതി മതി എന്നെ വിടൂ എന്ന് പിന്നെയും കീചകൻ പേ പറഞ്ഞു. ഇല്ല വിടില്ല ശരിക്കു പുണരാതെ എന്നോ പറഞ്ഞ് കഠിനമായി ഞെക്കി ഞെരുക്കിയ കീചകൻ തന്നെ ദേഹം ചതച്ചു തകർത്തു ഭീമൻ. ശ്വാസം നിലയ്ക്കും വരയ്ക്കുതൻ കയ്യാലമർത്തിപ്പിടിച്ചു കീചകനെ. ആ നിർജീവമായ ശരീരത്തെ മെല്ലവേ മാറ്റിക്കിടത്തി മടങ്ങി വേഗം. നാട്ടുകാരും അറിയാതെ മാരുതി പോയി കുളിച്ചു പതിവ് പോലെ. വീണ്ടും വലല വേഷത്തിൽ വിരാടണ്ടെന്ന് വേലകൾ നോക്കുവാൻ പോകയായി. വീണ്ടും വലല വേഷത്തിൽ വിരാടന്റെ വേലകൾ നോക്കുവാൻ പോകയായി. മന്നൻ വിരാടനും മന്നൻ വിരാടനും പത്നി സുദക്ഷ്ണയും വിറ്റുന്നു നേരത്തു കീചകനെ. കാണാഞ്ഞു സങ്കടപ്പെട്ടു പലയിടത്തും അന്വേഷണം നടത്തുന്ന നേരം കൂത്തമ്പലത്തിനടുത്തു ഭാഗത്തത കീചകൻ തന്റെ ശവശരീരം. എന്നോ ചിലർ വന്നു ചൊന്നതോ കേട്ടുടൻ എന്തിതിൻ വാസ്തവമെന്നറിയാൻ വീണ്ടും പലരോടു ചോദിച്ചു. പിന്നെയാ സൈരന്ധ്രിയെയും വരുത്തി വേഗം. കീചകൻ തന്റെ മരണത്തിനുണ്ടായ കാരണമെന്തെന്ന ചോദ്യമായി. ഞാനറിഞ്ഞില്ലിതിൻ വാസ്തവമെന്നുമൊന്നോദിയ സൈരന്ധ്രി പിന്മടങ്ങി. ചത്തതു കീചകനെങ്കിലോ കൊന്നതു ഭീമനാണില്ലൊരു ശങ്കതെല്ലും. ഇക്കഥ ഇങ്ങനെ നീട്ടിയിട്ട് പാടുവാൻ ശക്തിയില്ലെന്നുടെ നാവിനമ്മേ. ദേവി അമ്മേ തമ്പുരാട്ടി, അമ്മയെ രക്ഷിക്കണം തമ്പുരാട്ടി.
കീചകവധം കഥ 2 പാടിയിട്ടുണ്ട്. പഠിക്കണം എന്നുള്ളൊരു സംശയം എവിടെയെങ്കിലും തോന്നുകയാണെന്ന് വെച്ചാൽ വിളിച്ചാൽ ഞാൻ പറഞ്ഞു തരും. നമ്പർ എൻ്റെ പഴയ ചാനലിൽ വിട്ടിട്ടുണ്ട്. കഥയിൽ പല പാട്ടുകളും പാടിയിട്ടുണ്ട്, അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്പർ. അതുകൊണ്ട് ആവശ്യമുള്ളവർ പഠിക്കുക, സംശയമുള്ളവർ വിളിക്കുക, പറഞ്ഞുതരാൻ തയ്യാറാണ്. പഠിച്ച് അമ്മയ്ക്ക് പാടി കേൾപ്പിക്കുക. ദേവീ അമ്മേ. ഇനിയും കഥകൾ കുറേ ഇടാണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ പെട്ടെന്ന് കിട്ടും. പുരാണ കഥയാണ്, പഴക്കമുള്ളതാണ്. കുറേ ഓർമ്മയിലൊക്കെ വരുത്തിയിട്ട് വേണം. കുറേ ഉണ്ട്. അനുഗ്രഹിക്കട്ടെ അമ്മ എല്ലാവരും. ദേവി അമ്മ.